പ്രിയങ്ക ഗാന്ധി വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല. എന്താ കാരണം? വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്നലെ പാസ്സായത് വെളുപ്പിനെ 1:56 മറ്റാണ് പാസ്സായത്. പക്ഷെ 2 മണി അടുപ്പിച്ചു. 288 പേർ ബില്ലിന് അനുകൂലമായി, അതായത് ഈ ബില്ല് നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വോട്ട് ചെയ്തു. 232 പേര് എതിർത്തു. എതിർത്തവരുടെ കൂട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസും എംപിമാരെല്ലാം ഉണ്ട്. കേരളത്തിൽ നിന്ന് വഖഫിനെതിരെ ആണ്, വഖഫ് നിയമ ഭേദഗതിക്കെതിരെയാണ് 19 എംപിമാർ വോട്ട് ചെയ്തത്. സുരേഷ് ഗോപി മാത്രമാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള 95 നിയമം മാറണമെന്ന് ആവശ്യപ്പെട്ട് വോട്ട് ചെയ്ത് സുരേഷ് ഗോപി മാത്രമാണ്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ബബിതനോട് ചോദിച്ചത് പ്രിയങ്ക ഗാന്ധി വോട്ട് ചെയ്തില്ലേ എന്നാണ്. പ്രിയങ്ക ഗാന്ധി എവിടെയാണ് മത്സരിച്ചത്? വയനാട്. വയനാട്ടിൽ പ്രിയങ്കയും രാഹുലും വന്ന് മത്സരിക്കാൻ കാരണം വയനാട്ടിലെ മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും വയനാട്ടിലെ MP വയനാട്ടിലെ മുസ്ലിങ്ങളുടെ എങ്കിലും താല്പര്യം, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കേണ്ടതാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഘോരഘോരം പ്രസംഗിച്ചിട്ടുണ്ട്. E.T. മുഹമ്മദ് ബഷീർ, ലീഗിൻ്റെ നേതാക്കന്മാരെല്ലാം ബില്ലിനെ എതിർത്തിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാം കൂടെ സർവാൽപന ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വയനാട്ടിൽ നിന്ന് വിട്ട. കഴിഞ്ഞ ദിവസവും പ്രിയങ്ക വന്നിട്ട് പാണക്കാട് പോയിട്ട് ഇഫ്താർ വരുന്നുണ്ട് അല്ലേ? പാണക്കാട് അങ്ങോട്ട് എന്നിട്ട് അവിടെ പോയി പൊടിയരിക്കഞ്ഞിയല്ല തരിക്കഞ്ഞിയും ഈന്തപ്പഴവും ഒക്കെ കഴിച്ചിട്ട് പോയി പ്രിയങ്ക. എന്നിട്ട് പ്രിയങ്ക പാർലമെന്റിൽ പോയി ഇന്നലെ പാണക്കാട് തങ്ങൾക്ക് വേണ്ടിയിട്ട്, മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട്, വയനാട്ടിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒവൈസിക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ദ്രോഹിക്കാനുള്ള ഈ നിയമം മാറ്റരുതെന്ന് പറയാൻ വോട്ട് ചെയ്തില്ല. എന്താവും കാരണം? വലിയ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം ദേശാഭിമാനി പത്രം എൻ്റെ കയ്യിലുണ്ട്. ദേശാഭിമാനി പത്രത്തിൽ ഇങ്ങനെയാണ് വാർത്ത: വഖഫിന് വെട്ട്. ഇതാ ഉണ്ടല്ലേ, വഖഫിന് വെട്ട്. ലോക്സഭയിൽ കടുത്ത എതിർപ്പുയർത്തി പ്രതിപക്ഷം. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ കടന്നു, മിണ്ടാതെ പ്രിയങ്കയും രാഹുലും എന്ന് പറഞ്ഞിട്ട് അതേസമയം ബില്ലിനെ എതിർത്ത് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒളിച്ചോടി എന്നും വാർത്തയ്ക്കകത്തും പറയുന്നുണ്ട്. പക്ഷെ പ്രിയങ്ക ഗാന്ധി എവിടെ പോയി? പ്രിയങ്കയെ പാർലമെന്റിലെ വിഷ്വൽസ് ഞാൻ നോക്കി, വൈകിട്ട് ചേർന്ന സെഷനിൽ പ്രിയങ്ക ഗാന്ധിയെ കാണാനില്ല. എന്താവും കാരണം? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചത്, ഈ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് സുബ്രഹ്മണ്യ സ്വാമി സുസു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സുബ്രഹ്മണ്യ സ്വാമി ഇട്ടിരുന്ന പോസ്റ്റ്, പ്രിയങ്ക ഗാന്ധിക്ക് ബൈപോളാർ ഡിസീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 വ്യക്തിത്വങ്ങൾ, ചില നേരത്ത് അന്യനാവും. സിനിമയില്ലേ അന്യൻ സിനിമ വിക്രമൻ്റെ, അതുപോലെയാണ് ശാന്തം ഭീകരം, ഭീകരം ശാന്തം, ഇങ്ങനെ മാറും. അങ്ങനത്തെ ഒരു കുഴപ്പം ബൈപോളാർ ഡിസീസ്, ഇരട്ട വ്യക്തിത്വം എന്നൊക്കെ പറയാം. ചില സമയത്ത് വേറൊരാളായിരിക്കും, ചില സമയത്ത് വളരെ സാത്വികയായിരിക്കും, ചില സമയത്ത് വെട്ടുകത്തി എടുത്ത് വീശുന്ന ഭദ്രകാളിയാകും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് പുറത്തിറങ്ങാൻ വയ്യ എന്നൊരു കഥ ആദ്യമായി വിളിച്ചു പറഞ്ഞത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പോൾ പാർലമെന്റിലെ സെഷൻ ഇന്നലെ വൈകുന്നേരം കൂടി. വെളുപ്പിന് 2 മണി 1:56 കഴിഞ്ഞ് ഇതിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് മണിപ്പൂരിനെ കുറിച്ച് ഇന്നലെ പാർലമെന്റ് ചർച്ച ചെയ്തു, ലോക്സഭ. അവിടെ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നില്ല. എന്താവും കാരണം? അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞതുപോലെ 7 മണി കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റാത്ത തരത്തിൽ ഈ ബൈപോളാർ ഡിസീസ് ഉള്ളത് കൊണ്ടാണോ പ്രിയങ്ക ഇന്നലെ വരാതിരുന്നത്? കാരണം കോൺഗ്രസ് ആണല്ലോ ഈ വഖഫ് നിയമം ഉണ്ടാക്കിയത്. മുസ്ലിമുകൾക്ക് ഇന്ത്യയിലെ മുഴുവൻ പ്രോപ്പർട്ടിയും മുഴുവൻ സ്വത്തുക്കളും പിടിച്ചെടുക്കാൻ, ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ, ഇന്ത്യയിൽ ശരീഅത്ത് ഭരണം കൊണ്ടുവരാൻ, അല്ലാത്ത ഇപ്പം ഈ 1921 മോഡൽ ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തിട്ടൊന്നും പറ്റത്തില്ല. കാരണം ഇവിടെ 100 കോടിക്കടുത്ത് ഹിന്ദുക്കളുണ്ട്, 20 കോടിയേ ഉള്ളൂ. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഗോദ്രെ പോയി ട്രെയിൻ കത്തിച്ചതിൻ്റെ ഫലം അനുഭവിച്ച പോലെ ആവും. നല്ല ബോധ്യമുണ്ട് മുസ്ലിങ്ങൾക്ക്. അതുകൊണ്ട് കായബലം കൊണ്ട് ഇന്ത്യയെ അങ്ങനെയൊന്നും ഇസ്ലാമിക രാജ്യമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസ് ചെയ്തു കൊടുത്ത പരിപാടിയാണ് വഖഫ് നിയമം. വഖഫിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ കൊടുത്ത് വഖഫ് ആ നിയമങ്ങളിലൂടെ ഭരണഘടനയ്ക്ക് മുകളിൽ പോലുമുള്ള അധികാരങ്ങളുള്ള നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഇന്ത്യയെ പതുക്കെ ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ആർമിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് ഇപ്പോൾ തന്നെയുള്ള വഖഫിനാണ്. അപ്പോൾ ഇന്ത്യ മുഴുവൻ വഖഫിൻ്റെ ആക്കി മാറ്റുക. പാർലമെൻറ്റ് വഖഫിൻ്റെ ആണെന്ന് പറയുന്നു, സുപ്രീം കോടതി വഖഫിൻ്റെ ആണെന്ന് പറയുന്നു, ഡൽഹി മുഴുവൻ
ഏതാണ്ട് 80% ഭൂമിയും 70-80% ഭൂമിയും വഖഫിൻ്റെയാണെന്ന് ഡൽഹി വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിരിക്കുക. അതിന് പറയുന്ന കാരണം ഡൽഹി ഭരിച്ചിരുന്ന മുഗൾ രാജാക്കന്മാരാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഗൾ സുൽത്താൻമാർ കർണാടക വരെ വന്നിട്ടുണ്ട്. ഔറംഗസീബൊക്കെ കർണാടക വരെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുഗലന്മാർ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്ത് അവരുടെ ഭരണം ഉണ്ടായിരുന്ന സ്ഥലം മുഴുവൻ വഖഫാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓട്ടോമാറ്റിക്കലി എന്തായി കഴിഞ്ഞു? ശരീഅത്ത് നിയമമുള്ള ഇസ്ലാമിക രാജ്യമായി മാറ്റിക്കഴിയാം. അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് കൊണ്ടുവന്ന ഈ നിയമത്തെ തൊടാൻ പാടില്ല എന്ന് പറയുന്നവരാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. എന്നിട്ടും പ്രിയങ്ക ഗാന്ധി വോട്ട് ചെയ്യാൻ വന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഡൽഹിയിലെ കാര്യം പറഞ്ഞപ്പോൾ ഡൽഹിയിൽ 2014 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഡൽഹിയിലെ ഒരുമാതിരിപ്പെട്ട 70%-80% വഖഫിൻ്റെ ആണെന്ന് ഡൽഹി വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചിട്ട് നോട്ടീസ് കൊടുത്തല്ലോ സർക്കാരിന്, പാർലമെൻറ്റും സുപ്രീം കോടതിയൊക്കെ ഉൾപ്പെടെ. എന്നിട്ട് അതിൽ 123 കണ്ണായ സ്ഥലങ്ങൾ, വലിയ കെട്ടിടങ്ങളും ഓഫീസുകളും ഒക്കെ ഉള്ള ഭാഗമൊക്കെ വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തു 2014 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അതിപ്പോൾ കേന്ദ്ര സർക്കാർ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ASIയുടെ കീഴിലാണെന്ന് പറഞ്ഞ് തിരിച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താ പോലും അവർ അതിനെതിരെ കേസ് കൊടുത്തിരിക്കുക വഖഫ് നിയമപ്രകാരം. അതൊക്കെ ഇപ്പോൾ തീർന്നു. അത്തരം പ്രോപ്പർട്ടീസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ്. ഒരുപക്ഷെ കിരൺ റിജിജു പറഞ്ഞത് ഒരു തവണ കൂടെ 2014 മോദി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ സുപ്രീം കോടതി, ഇന്ത്യയുടെ പാർലമെൻറ്റ് ഇതെല്ലാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ വഖഫിന് വിട്ടുകൊടുക്കുമായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ സ്വത്തുക്കളുടെ പ്രാഥമിക അവകാശികൾ ആരാണ്? മുസ്ലിങ്ങളാണ്. അത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കും പറഞ്ഞാണ്. ഇന്ത്യയിലെ സ്വത്തുക്കൾ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിമുകളാണ്. മുസ്ലിമുകൾക്ക് കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ഒക്കെ കൊടുത്താൽ മതി എന്നാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ യോഗത്തിൽ പ്രസംഗിച്ചത്. അതിൻ്റെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അതേ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. നമുക്കറിയാലോ, പാർലമെന്റിൽ കഴിഞ്ഞിടയ്ക്ക് പ്രിയങ്ക ഗാന്ധി ഇരിക്കുമ്പോൾ രാഹുൽ ഓടിച്ചെല്ലുന്നു, കവിളത്ത് പിടിച്ച് നുള്ളുന്നു, ഓമനിക്കുന്നു, തലയെ തലോടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. വാത്സല്യം കാണിച്ചതാന്ന് പറഞ്ഞത്. അത് പാർലമെന്റ് അല്ല ഇതിന് കാണിക്കേണ്ട വേദി. പാർലമെന്റിൽ എല്ലാവരും മെമ്പർമാരാണ്. അവിടെ അച്ഛനും മകളും അമ്മയും മകനും ആങ്ങളെയും പെങ്ങളും ഭാര്യയും ഭർത്താവും ഒന്നുമില്ല. രാഹുൽ ഗാന്ധി എങ്ങാനും കല്യാണം കഴിക്കുകയും ആ ഭാര്യ പാർലമെന്റ് അംഗവും കൂടി ആണെങ്കിൽ പുള്ളി അവിടെ ചെന്ന് എന്തൊക്കെ കാണിക്കുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത് നമുക്ക് ലൈവായിട്ട് സ്ക്രീനിൽ കാണാമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഷക്കീലെ പടമൊന്നും കാണണ്ട എന്ന് പറയുന്നത് പോലെ. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ കോൺഗ്രസ് ഇത്രയും ശക്തമായി വഖഫ് നിയമത്തെ തൊടാൻ പാടില്ല, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് പ്രിയങ്ക വന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ പ്രിയങ്കയെ സംബന്ധിച്ച് സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞത് ഈ ബൈപ്പോളർ ഡിസീസ് ഉള്ളതുകൊണ്ട് പ്രിയങ്കയ്ക്ക് രാത്രി ഒരു 6 മണി 7 മണി കഴിഞ്ഞാൽ പ്രിയങ്ക വേറൊരാളായി മാറും എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനൊരു അപവാദം സുബ്രഹ്മണ്യ സ്വാമി പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പാർലമെൻറ്റ് രാത്രി കൂടിയിട്ട് 8 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ചർച്ച ചെയ്ത് പുലർച്ചെ 2 മണി വരെ കൂടുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ കൂടുന്നൊരു സാഹചര്യം 3ാം മോദി സർക്കാരിൻ്റെ കാലത്തുണ്ടായി. ആദ്യത്തെ ടേമിൽ പ്രിയങ്ക ആദ്യമായിട്ടാണ് ലോക്സഭയിലെത്തുന്നത്. ലോക്സഭയിലെത്തിയ ആദ്യത്തെ ടേമിൽ പ്രിയങ്ക ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിട്ട് പ്രിയങ്ക ഗാന്ധിയെ കാണുന്നില്ല. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് ശരിയാണോ? സ്വാഭാവികമായും ആളുകൾക്ക് സംശയം. ഇപ്പോൾ ഇവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്നറിയോ? ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെ കേരളത്തിലെ മുസ്ലിമുകൾ അവരുടെ സ്വന്തം ആളായിട്ട് കാണുകയാണ് പ്രിയങ്ക ഗാന്ധിയെ. അതുകൊണ്ടാണ് പണക്കാട് തങ്ങൾ വീട്ടിൽ വിളിച്ച് ഇഫ്താർ വിരുന്ന് കൊടുക്കുന്നു. പ്രിയങ്ക അങ്ങനെ വല്ലപ്പോഴുമൊക്കെ ഓണം, വിഷു, സംക്രാന്തി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ മണ്ഡലത്തിലെത്തുന്നു. അങ്ങനെയാണല്ലോ, മാവേലി വരുന്ന പോലെയാണ് വരുന്നത്. ഒരു മണ്ഡലത്തിലെ MP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എറണാകുളത്തെ MP ആണല്ലോ ഹൈബിയെ ഈ മണ്ഡലത്തിൽ ഹൈബിയുടെ ടെലിഫോൺ നമ്പർ ഈ മണ്ഡലത്തെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ആര് ശ്രമിച്ചാലും നാട്ടിലെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ ഹൈബിയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ ആർക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സർക്കാരിൻ്റെ ഡയറി എടുത്ത് നോക്കിയാൽ കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ എല്ലാം ടെലിഫോൺ നമ്പർ അതിനകത്തുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ നമ്പർ അങ്ങനെ കിട്ടുമോ? ഇനി അങ്ങനെ കിട്ടിയാൽ ഇവിടുത്തെ വയനാട്ടിലെ ഒരു വോട്ടർക്ക്, ഒരു സാധാരണ വോട്ടർക്ക്, ഒരു കുഞ്ഞിരാമന് അല്ലെങ്കിൽ ഒരു മുസ്തഫയ്ക്ക് അല്ലെങ്കിൽ ഒരു ചാക്കോച്ചന് തങ്ങളുടെ MP ആയ പ്രിയങ്ക ഗാന്ധിയെ വിളിച്ചിട്ട് ഒരു കാര്യം പറയണമെന്ന് തീരുമാനിക്കുകയും ആ നമ്പർ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് വിളിച്ചാൽ പ്രിയങ്ക ഗാന്ധി കിട്ടുമോ? കിട്ടത്തില്ല. രാഹുൽ ഗാന്ധി ആയിരുന്നപ്പോഴും കിട്ടത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് ബാക്കിയുള്ള 19 MP-മാരെയും ടെലിഫോണിൽ വിളിച്ചാൽ ആ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കിട്ടും. പക്ഷെ പ്രിയങ്ക കിട്ടത്തില്ല.
പ്രിയങ്ക ഇടയ്ക്കിടയ്ക്ക് വരും, രാഹുൽ വന്ന പോലെ വരും, വലിയ ആഘോഷത്തോടെ ഒരു ഘോഷയാത്രയായിട്ട് വരും. അവിടുത്തെ ഇസ്മയിൽ ഏട്ടനിലെ ചായക്കടയിൽ പോയി ഏത്തക്കാപ്പം കഴിക്കും, അല്ലെങ്കിൽ ഒരു ബോണ്ട കഴിക്കും, ഒരു ചായ കുടിക്കും, ചായക്ക് നല്ല രുചിയുണ്ടായിരുന്നു പറയും, ഇങ്ങനെ തിരിച്ചു പോകും. ഇങ്ങനത്തെ ഒരു MPയെ കിട്ടാനുള്ള ഭാഗ്യം സിദ്ധിച്ച അപൂർവ ജനതയാണ് വയനാട്ടിലെ ജനങ്ങൾ. അപ്പോൾ ഇവരെല്ലാം വോട്ട് ചെയ്തത് പ്രിയങ്ക മുസ്ലിമുകളുടെ കൂടെ നിൽക്കും, അവരുടെ ഒരു കോസ് വന്നാൽ അതിനുവേണ്ടി നിൽക്കുന്നു ഉള്ള വിശ്വാസത്തിന് മേലാണ്. ആ വിശ്വാസത്തിന് തെളിഞ്ഞു. ഞാനിപ്പോൾ പറയുന്നത് ഈ വഖഫിന് വെട്ട് എന്ന് പറഞ്ഞ് ദേശാഭിമാനി കൊടുത്ത വാർത്തക്കകത്ത് രാഹുലും പ്രിയങ്കയും മിണ്ടാതെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. മിണ്ടാതെയല്ല, പ്രിയങ്ക വന്നിട്ടേ ഇല്ല. പ്രിയങ്ക പാർലമെന്റിലേക്ക് ഇന്നലെ വൈകുന്നേരം വന്നിട്ടേ ഇല്ല. പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് പ്രശ്നം? സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞതുപോലെ, സുസു പറഞ്ഞതുപോലെ, രാത്രിയിൽ 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പ്രിയങ്ക ഗാന്ധിക്ക് തടസ്സം വല്ലതും ഉണ്ടോ? ഈ ചോദ്യം കൂടി ഇനി സജീവമാകാൻ പോവുക. വയനാടുകാരെങ്കിലും ഓർക്കണം, നിങ്ങളുടെ MP വയനാട്ടിലെ മുഴുവൻ പേരും ഓർക്കണ്ട, മുസ്ലിം പ്രതിനിധിയായി മുസ്ലിം ലീഗ് കണ്ട പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് പാർലമെന്റിൽ പോയില്ല, വോട്ട് ചെയ്തില്ല എന്നത് വയനാട്ടുകാരെന്ന് ആലോചിക്കണം. ബൈപോളാർ ഡിസീസ് ഉണ്ടോ? അങ്ങനെ ബൈപോളാർ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു അസുഖമുള്ള ഒരാൾക്ക് പാർലമെന്റിൽ ഒരു MP ആയിരിക്കാൻ കഴിയുമോ എന്ന് സുബ്രഹ്മണ്യൻ സ്വാമി ചോദിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധിയായിരിക്കാനുള്ള യോഗ്യത പ്രിയങ്ക ഗാന്ധിക്കുണ്ടോ എന്ന് സുബ്രഹ്മണ്യൻ സ്വാമി ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് അന്ന് പറഞ്ഞവരാണ് നമ്മൾ. പക്ഷേ ഇന്നലെ പ്രിയങ്ക കണ്ടില്ല, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവത്തിൽ കണ്ടില്ല. എന്താണ് കാരണം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.